2 Corinthians 4th chapter. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് തിരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ വായിക്കും. 3 and 4. 3-ഉം 4-ഉം വാക്യങ്ങൾ. But if our gospel is hid, it is hid to them who are lost. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. In whom the God of this world hath blinded the minds of them which believe not. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. See, what is this? ഇതെന്താണ്? The God of this world. Who is the God of this world? ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? ഈ ലോകത്തിന്റെ ദൈവം The Lord Jesus said, കർത്താവായ യേശു പറഞ്ഞു, you are of your father the devil. നിങ്ങൾ പിശാചി എന്ന പിതാവിന്റെ മക്കൾ. Everyone that doeth evil തിന്മ is പ്രവർത്തിക്കുന്നവനെല്ലാം of the devil. പിശാചിൽ നിന്നുള്ളവരാണ്. See, today, ഇന്ന് when we look at our society, നാം നമ്മുടെ സമുദായത്തെ നോക്കുമ്പോൾ what do we see? നാം എന്താണ് കാണുന്നത്? Everywhere bribe taking. എല്ലായിടത്തും കൈക്കൂലി വാങ്ങൽ. Religion on the one side, മതം ഒരു വശത്ത്, prayer and puja on the one side, പ്രാർത്ഥനയും പൂജയും മറുവശത്ത്, and bribe taking. കൈക്കൂലി വാങ്ങലും. You know, God sees oppression. ദൈവം അടിച്ചമർത്തൽ കാണുന്നു. God said to Moses, ദൈവം മോശയോട് പറഞ്ഞു, I have seen the sufferings of my people. ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ടു. And I have come to deliver. അവരെ വിടുവിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. God looks ദൈവം കാണുന്നു. and he discerns where there is oppression. അടിച്ചമർത്തൽ ഉള്ളയിടം ദൈവം മനസ്സിലാക്കുന്നു. You know, a girl gets married and goes to a house. ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ഒരു ഭവനത്തിലേക്ക് പോകുന്നു. The mother-in-law is there who is 60 years. 60 വയസ്സുള്ള ഒരു അമ്മായി അമ്മ അവിടെയുണ്ട്. What does she say? അവൾ എന്താണ് പറയുന്നത്? That is not the way to do mixed chapati. ചപ്പാത്തി അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. That is not the way to turn the chapati. ചപ്പാത്തി അങ്ങനെയല്ല തിരിക്കേണ്ടത്. What did your mother teach you? നിന്റെ അമ്മ നിന്നെ എന്താണ് പഠിപ്പിച്ചത്? Soon there is oppression in that family. പെട്ടെന്ന് ആ കുടുംബത്തിൽ പീഡനം തുടങ്ങുന്നു. I don't know how many of you love your mothers-in-law. Whether you have a mother-in-law is doubtful. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ അമ്മായി അമ്മയെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരു അമ്മായി അമ്മ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. Or you are praying, Lord, let my mother-in-law die quickly. അല്ലെങ്കിൽ കർത്താവേ എൻ്റെ അമ്മായി അമ്മ വേഗം മരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. What kind of prayer is that? എത്തരത്തിലുള്ള പ്രാർത്ഥനയാണത്? Don't pray such prayer. അത്തരത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. But you know, it is not only in the hearts of men, but also in the hearts of all people. പുരുഷന്മാരുടെ ഹൃദയത്തിൽ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ. What does Jesus say? യേശു എന്താണ് പറഞ്ഞത്? Out of the heart proceed evil thoughts, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, adulteries, വ്യഭിചാരം, fornication, പരസംഗം, murder. കൊലപാതകം. So, when you hear of നിങ്ങൾ murder, കൊലപാതകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ you must know that the Lord Jesus told us murder comes from the heart. കൊലപാതകം ഹൃദയത്തിൽ നിന്ന് വരുന്നുവെന്ന് യേശു പറഞ്ഞുവെന്ന് നിങ്ങൾ ഓർക്കണം. You know, my friend, എൻ്റെ സുഹൃത്തെ, even if you are on the other side of the political border, നിങ്ങൾ രാഷ്ട്രീയ അതിർത്തിക്ക് അപ്പുറമാണെങ്കിലും
you still love that person. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. A man who had been in the war, in the Second World War, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോരാടിയ He ഒരു said വ്യക്തി to me, അദ്ദേഹം എന്നോട് പറഞ്ഞു, I am so glad he was a German. എനിക്ക് വളരെ സന്തോഷമുണ്ട്, അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. And you know, the Germans and the British and the Americans had many great battles. നിങ്ങൾക്കറിയാമോ, ജർമ്മൻകാരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും നിരവധി വലിയ യുദ്ധങ്ങൾ But you know നടത്തിയിട്ടുണ്ട്. what this German told me? എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ ജർമ്മൻകാരൻ എന്നോട് എന്താണ് പറഞ്ഞതെന്ന്? I am so glad I did not kill anybody in the war. യുദ്ധത്തിൽ ഞാൻ ആരെയും കൊല്ലാത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Because കാരണം this is the commandment of God. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. Thou shalt not kill. കൊല ചെയ്യരുത്. Today's world, ഇന്നത്തെ ലോകത്തിൽ, anywhere in the world, ലോകത്തെ എവിടെ ആയാലും it looks like people want to kill. ആളുകൾ കൊല്ലാൻ ആഗ്രഹിക്കുന്നതായി തോന്നുന്നു. Murder is coming out of the heart. കൊലപാതകം ഹൃദയത്തിൽ നിന്ന് വരുന്നു. You know what God says? ദൈവം എന്താണ് പറയുന്നതെന്ന് says, നിങ്ങൾക്കറിയാമോ? ദൈവം പറയുന്നു, First command of God is this: ദൈവത്തിന്റെ ആദ്യ കൽപ്പന ഇതാണ്, the Lord your God is one God, യഹോവയായ ഞാൻ നിന്റെ ഏക ദൈവമാകുന്നു. and thou shalt love the Lord your God with all your heart, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും all your soul. പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കണമെന്ന് ആകുന്നു. You know, God has given us what is known as willpower. ഇച്ഛാശക്തി എന്നറിയപ്പെടുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. A man, you see this wall? നിങ്ങൾ ഈ മതിൽ കാണുന്നു. This wall has got some hundreds of bricks ഈ മതിലിൽ നൂറുകണക്കിന് ഇഷ്ടികകളുണ്ട്, or concrete blocks. അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ. A mason puts a brick upon brick. ഒരു കൽപ്പണിക്കാരൻ ഇഷ്ടികയുടെ മേൽ ഇഷ്ടിക വയ്ക്കുന്നു. Otherwise, you will never have a wall. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മതിൽ ഉണ്ടാകില്ല. If he says in the middle of ഒരു building മതിൽ a wall, പണിയുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണെങ്കിൽ, I don't feel like building this wall, ഈ മതിൽ പണിയുവാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല, that man is never going to be a ആ mason, മനുഷ്യൻ ഒരിക്കലും ഒരു കൽപ്പണിക്കാരൻ ആകാൻ പോകുന്നില്ല. a hockey player. ഒരു ഹോക്കി കളിക്കാരൻ, He says, I will shoot that goal. ഞാൻ ഗോൾ അടിക്കുമെന്ന് അവൻ പറഞ്ഞാൽ, And he makes up his mind. അവൻ ഒരു തീരുമാനം എടുക്കുന്നു, There are 10, 11 people against me, എനിക്കെതിരെ 10-11 പേരുണ്ട്, but I will take the ball through them എന്നാൽ ഞാൻ അവരുടെ ഇടയിലൂടെ പന്ത് കൊണ്ടുപോകും, and I will shoot into the goal. ഞാൻ ഗോൾ അടിക്കും. Now, when we want to do something, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ very ആഗ്രഹമുണ്ടെങ്കിൽ often we do it. മിക്കപ്പോഴും നമ്മൾ അത് ചെയ്യുന്നു. God has given to us the power of choice ദൈവം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ശക്തി തന്നിരിക്കുന്നു, and also volitional power. മനഃപൂർവമായ ശക്തിയും. See how many people go through Kashmir to distant caves, എത്ര പേർ കശ്മീരിലൂടെ വിദൂര ഗുഹകളിലേക്ക് പോകുന്നുവെന്ന് saying കാണുക. we want to worship God. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറയുന്നു. And they do it. അവർ അത് ചെയ്യുന്നു. They walk through the snow, they die in the way. അവർ മഞ്ഞിലൂടെ നടക്കുന്നു, ചിലർ വഴിയിൽ മരിക്കുന്നു. The Lord Jesus said, കർത്താവായ യേശു the പറഞ്ഞു, first commandment is, ഒന്നാമത്തെ കൽപ്പന, thou shalt love the Lord your God with all your heart. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ When you സ്നേഹിക്കണമെന്നതാണ്. love God with all your നിങ്ങൾ heart, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുമ്പോൾ you will do no evil to your neighbor. നീ നിന്റെ അയൽക്കാരനോട് ഒരു ദോഷവും ചെയ്യില്ല. Love worketh no ill to the neighbor. സ്നേഹം അയൽക്കാരന് ദോഷം ചെയ്യുന്നില്ല. How can you steal? നിങ്ങൾക്ക് എങ്ങനെ മോഷ്ടിക്കാൻ Of കഴിയും? course, I have seen big thieves.
തീർച്ചയായും ഞാൻ വലിയ കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. And I saw the Lord Jesus speaking to them and changing their heart. കർത്താവായ യേശു അവരോട് സംസാരിക്കുകയും അവരെ മാറ്റുകയും ചെയ്യുന്നത് ഞാൻ And കണ്ടു. some of those thieves returned the things which they stole. മോഷ്ടാക്കളിൽ ചിലർ മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ നൽകി. Thou shalt love the Lord your God with all your heart, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ All your സ്നേഹിക്കണം, പൂർണ്ണ with ആത്മാവോടും all your mind. പൂർണ്ണ മനസ്സോടും. See, people sit before the television, ആളുകൾ ടെലിവിഷന്റെ മുന്നിൽ ഇരിക്കുന്നു, they look at filthy pictures, അവർ വൃത്തികെട്ട ചിത്രങ്ങൾ നോക്കുന്നു, and their thoughts are so wicked. അവരുടെ ചിന്തകൾ വളരെ ചീത്തയാകുന്നു. You know, God looks at the thoughts. ദൈവം ചിന്തകളെ നോക്കുന്നു. So thou shalt love the Lord with all your mind അതിനാൽ നിങ്ങൾ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ and സ്നേഹിക്കണം, all your strength. പൂർണ്ണ ശക്തിയോടും. See, India is a very big place. It's almost ഇന്ത്യ like a വളരെ വലിയ continent, സ്ഥലമാണ്. subcontinent. ഇത് മിക്കവാറും ഒരു ഭൂഖണ്ഡം പോലെയാണ്, ഉപഭൂഖണ്ഡം പോലെ. Kashmir has got 8 million people, I was told. കാശ്മീരിൽ 8 Whether ദശലക്ഷം ആളുകൾ it is a ഉണ്ടെന്ന് little എന്നോട് more പറഞ്ഞു. or less, I am not sure. അല്പം കൂടുതലോ കുറവോ എന്ന് എനിക്ക് ഉറപ്പില്ല. 8 million. 8 ദശലക്ഷം. And when you look at നിങ്ങൾ Kashmir, കശ്മീരിലേക്ക് നോക്കുമ്പോൾ some of these people live in distant hillsides. ഈ ആളുകളിൽ ചിലർ വിദൂര മലനിരകളിലാണ് താമസിക്കുന്നത്. എന്നാൽ When you begin to love God with all your നിങ്ങൾ heart, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ you തുടങ്ങുമ്പോൾ will take this good news to the people who are in remote places. വിദൂര സ്ഥലങ്ങളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ സുവാർത്ത എത്തിക്കും. Today we see people hiding in remote areas, ഇന്ന് വിദൂര പ്രദേശങ്ങളിൽ ആളുകൾ ഒളിച്ചിരിക്കുന്നത് നാം കാണുന്നു. planning evil, doing evil. തിന്മ ആസൂത്രണം ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും. They live in some very remote region. വളരെ വിദൂരമായ ഏതോ പ്രദേശത്താണ് അവർ They are താമസിക്കുന്നത്. using their strength for evil. അവർ തിന്മയ്ക്കായി അവരുടെ ശക്തി ഉപയോഗിക്കുന്നു. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, when you love God with all your നിങ്ങൾ heart, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ and then your neighbor as അപ്പോൾ yourself, നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കും. your neighbor as yourself. നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിക്കും. Do you see that, my അത് friends? കണ്ടോ സുഹൃത്തുക്കളെ? We have no love in this ഈ country. രാജ്യത്ത് നമുക്ക് സ്നേഹമില്ല. Oh, that man belongs to some Buddhist religion. ഓ, ആ മനുഷ്യൻ ഏതോ Oh, that ബുദ്ധമതത്തിൽപ്പെട്ടവനാണ്. man is another religion. അല്ലെങ്കിൽ ആ മനുഷ്യൻ മറ്റേതെങ്കിലും I മതത്തിൽപ്പെട്ടവനാണ്. only love people of my എന്റെ background. പശ്ചാത്തലത്തിലുള്ളവരെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ. Hatred വിദ്വേഷം all over the world today, ഇന്ന് ലോകമെമ്പാടും, and especially in this ഈ country. രാജ്യത്തെ പ്രത്യേകിച്ചും Hatred. പക. What is the command of God? ദൈവത്തിന്റെ കൽപ്പന എന്താണ്? Love your neighbor as yourself. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. See, we have Christianity, we have നമുക്ക് churches, ക്രിസ്തു മതമുണ്ട്, നമുക്ക് പള്ളികളുണ്ട്. but the people think, പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് oh, they're getting money from somewhere, അവർക്ക് എവിടെ നിന്നോ പണം ലഭിക്കുന്നു എന്നാണ്. and therefore അതിനാൽ they say they are building a church or building some അവർ പറയുന്നു hospital. അവർ പള്ളി പണിയുന്നു, അവർ ചില ആശുപത്രികൾ നിർമ്മിക്കുന്നു, They're getting money, അവർക്ക് പണം ലഭിക്കുന്നു. and so അതിനാൽ they must give us free medical treatment. അവർ ഞങ്ങൾക്ക് സൗജന്യ വൈദ്യ ചികിത്സ They നൽകണം, must give us free education. അവർ ഞങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം. Listen, friends, ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, I don't believe in getting money from here or there. ഇവിടെ നിന്നും അവിടെ നിന്നും പണം ലഭിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. My father gave all his property എന്റെ പിതാവ് തന്റെ സ്വത്തെല്ലാം to build the work of God.
ദൈവത്തിന്റെ വേല പണിയാൻ നൽകി. I am his eldest ഞാൻ son. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. He did not give me any അദ്ദേഹം money. എനിക്ക് പണമൊന്നും തന്നില്ല. But എന്നാൽ I am so glad. He taught me to look to the ജീവനുള്ള living ദൈവത്തെ God. നോക്കുവാൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. You know, he is Jehovah Jireh. അവൻ യഹോവ ഈരയാണ്. He will provide. അവൻ നൽകും. So we see people, നാം ആളുകളെ കാണുന്നു, they will not sacrifice. അവർ ത്യാഗം ചെയ്യില്ല, They will not love their അവർ neighbor. അയൽക്കാരനെ സ്നേഹിക്കുകയില്ല. But they are grumbling or fighting, saying, that man is getting some എന്നാൽ money. ആ മനുഷ്യന് കുറച്ച് പണം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് Why? അവർ പെരുപെറുക്കുകയോ Why വഴക്കിടുകയോ does ചെയ്യുന്നു. not he give me free treatment? എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് സൗജന്യ ചികിത്സ Give me നൽകാത്തത്? some money. എനിക്ക് കുറച്ച് പണം തരൂ. I never did that. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. I taught the people, ഞാൻ ആളുകളെ പഠിപ്പിച്ചു, listen, ശ്രദ്ധിക്കുവേൻ, even if you're a poor നിങ്ങൾ ഒരു man, ദരിദ്രനാണെങ്കിലും God's command is this, ദൈവത്തിന്റെ കൽപ്പന ഇതാണ്, that you should love your neighbor. നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. Not wait for somebody in America to send you money. അമേരിക്ക നിങ്ങൾക്ക് പണം അയക്കുന്നത് വരെ കാത്തിരിക്കരുത്. God's command ദൈവത്തിന്റെ is, കൽപ്പന ഇതാണ്, thou shalt love your neighbor. നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങൾ സ്നേഹിക്കണം. How sad. എത്ര ദുഃഖകരം. We don't have that love. നമുക്ക് ആ സ്നേഹമില്ല. That is why അതുകൊണ്ടാണ് when I go to some parts of India, ഞാൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പോകുമ്പോൾ I find that nobody has given them the word of God. ആരും അവർക്ക് ദൈവവചനം നൽകിയിട്ടില്ലെന്ന് ഞാൻ കാണുന്നു. I always tell ഞാൻ എല്ലായ്പ്പോഴും this ഈ story. കഥ പറയുന്നു. Years ago, വർഷങ്ങൾക്ക് മുൻപ് when the father was preaching, എന്റെ പിതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ a man came in great distress. ഒരു മനുഷ്യൻ വളരെ പ്രയാസത്തോടെ വന്നു. He said, for 3 days my wife is in labor. അദ്ദേഹം പറഞ്ഞു, 3 ദിവസമായി എന്റെ ഭാര്യ പ്രസവ വേദനയിലാണ്. Listen, we love people of all religions. കേൾക്കൂ, ഞങ്ങൾ എല്ലാ മതക്കാരെയും സ്നേഹിക്കുന്നു. We love them നാം അവരെ സ്നേഹിക്കുന്നു because it is the command of God. കാരണം അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. Poor people, പാവപ്പെട്ട ജനങ്ങൾ anybody. ആരായാലും. Now my father said, എന്റെ പിതാവ് we പറഞ്ഞു, will pray for you. നിനക്ക് വേണ്ടി ഞങ്ങൾ For your പ്രാർത്ഥിക്കാം, wife. നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും. So he called one of our men അങ്ങനെ അദ്ദേഹം നമ്മുടെ ഒരാളെ വിളിച്ചു and said, pray for this man's wife. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. She is suffering very much. അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. And this poor man, ഈ പാവം മനുഷ്യൻ, he was not a Christian. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി He was a ആയിരുന്നില്ല, Muslim. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. And he came and said, pray for my അദ്ദേഹം വന്ന് wife. പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. Any husband ഏതൊരു ഭർത്താവും wants his wife not to തന്റെ suffer. ഭാര്യ കഷ്ടപ്പെടുന്നത് ആഗ്രഹിക്കുന്നില്ല. Anyway, എന്തായാലും this man prayed. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. And when he prayed, അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ God spoke. ദൈവം സംസാരിച്ചു. See, the living God, ജീവനുള്ള ദൈവം, he will speak to you. അവൻ നിങ്ങളോട് സംസാരിക്കും. What did God say? ദൈവം എന്ത് പറഞ്ഞു? There are twins. ഇരട്ടകളുണ്ട്. One babe is dead, ഒരു കുഞ്ഞു മരിച്ചു, and the other babe will be born safely. മറ്റേ കുഞ്ഞ് സുരക്ഷിതനായി ജനിക്കും. So what happened? എന്നിട്ട് എന്ത് പറ്റി? This man told this man, this is going to happen. Go home. ഈ മനുഷ്യൻ വന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് സംഭവിക്കാൻ പോകുന്നു, നീ വീട്ടിലേക്ക് When he പോകാം. went home, അദ്ദേഹം വീട്ടിൽ what did പോയപ്പോൾ he see? അദ്ദേഹം എന്താണ് കണ്ടത്? His wife had just brought forth അയാളുടെ ഭാര്യ a living baby ജീവനുള്ള ഒരു കുഞ്ഞിനെയും and a dead baby. മരിച്ചുപോയ ഒരു കുഞ്ഞിനെയും And what did പ്രസവിച്ചു. this man say? ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു? Oh, this is the word of the living God. ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്.
Listen, friends. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, We must not think God is confined to me, who I am ദൈവം only a എന്നിൽ മാത്രം man. ഒതുങ്ങി നിൽക്കുന്നുവെന്ന് നിങ്ങൾ കരുതരുത്. ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. So, അങ്ങനെ what do I see? ഞാൻ എന്താണ് കാണുന്നത്? People love darkness more than light. ആളുകൾ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിക്കുന്നു. Wherever I go, ഞാൻ എവിടെ പോയാലും I see people wanting magic. മായാജാലം ആഗ്രഹിക്കുന്ന ആളുകളെ ഞാൻ They കാണുന്നു. say, we have got some guru or some priest or ഞങ്ങൾക്ക് somebody. ഒരു ഗുരുവോ പുരോഹിതനോ മറ്റാരെങ്കിലുമോ ഉണ്ടെന്ന് അവർ പറയുന്നു. He will do magic. അവൻ മായാജാലം ചെയ്യും. Listen, നോക്കൂ, God does not do magic. ദൈവം മാന്ത്രിക വിദ്യ ചെയ്യുന്നില്ല. God does miracles. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. The greatest miracle ഏറ്റവും വലിയ അത്ഭുതം is the miracle that changes your heart. നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്ന അത്ഭുതമാണ്. That is the greatest miracle. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. How can you change the heart of a man? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? A man came to see me. ഒരാൾ എന്നെ കാണാൻ വന്നു. I said to him, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, did you ever try to kill somebody? നിങ്ങൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും കൊല്ലാൻ He said, ശ്രമിച്ചിട്ടുണ്ടോ? yes. അദ്ദേഹം പറഞ്ഞു, അതെ. I sharpened my knife. I got it ready. ഞാൻ എന്റെ കത്തിക്ക് മൂർച്ച കൂട്ടി തയ്യാറായി. I said, confess that sin to the living God. ജീവനുള്ള ദൈവത്തോട് ആ പാപം ഏറ്റുപറയുക എന്ന് ഞാൻ പറഞ്ഞു. Then I also said, പിന്നെ ഞാൻ പറഞ്ഞു, did you ever steal നിങ്ങൾ fish? എപ്പോഴെങ്കിലും മത്സ്യം മോഷ്ടിച്ചിട്ടുണ്ടോ? He said, അവൻ yes. അതെ എന്ന് പറഞ്ഞു. I went and cast my net, or I fished where it was against the law to fish. നിയമത്തിന് വിരോധമായ സ്ഥലത്തെ ഞാൻ പോയി എന്റെ വല ഇടുകയോ മീൻ പിടിക്കുകയോ ചെയ്തു. Then the next thing to ask was very hard. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാൻ വളരെ കഠിനമായിരുന്നു. I said to him, ഞാൻ അവനോട് ചോദിച്ചു, did you commit adultery in a church? നീ പള്ളിയിൽ വ്യഭിചാരം ചെയ്തോ? See? He said, yes. അവൻ അതെ എന്ന് പറഞ്ഞു. You know, today, ഇന്ന് അവർ പറയുന്നു, they say this is the place where we pray. ഇതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം, This is the place where we do puja. ഇവിടെയാണ് ഞങ്ങൾ പൂജ ചെയ്യുന്നത്. Every sin takes place there. എല്ലാ പാപങ്ങളും അവിടെ നടക്കുന്നു. Darkness. ഇരുട്ട്. People will even hide bombs ആളുകൾ in that. വിശ്വസിക്കുകയും ആ സ്ഥലത്ത് ബോംബുകൾ ഒളിപ്പിക്കുകയും ചെയ്യും. No, my friend. ഇല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ, God is a God of love. ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. Hatred is a great darkness. വെറുപ്പ് ഒരു വലിയ ഇരുട്ടാണ്. Stealing is a great darkness. മോഷണം ഒരു വലിയ ഇരുട്ടാണ്. I could have gathered a lot of property. എനിക്ക് ധാരാളം സ്വത്തുക്കൾ ശേഖരിക്കാമായിരുന്നു. How much property do I need? എനിക്ക് എത്ര സ്വത്ത് ആവശ്യമാണ്? You tell me. നിങ്ങൾ എന്നോട് How പറയുമോ? much property? എത്ര ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമോ? 2 meters 2 മീറ്റർ നീളവും by 60 centimeters. 60 സെന്റിമീറ്റർ വീതിയും. Is that enough? അത് മതിയോ? Or if you're a fat man, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തടിയനാണെങ്കിൽ then you need maybe a bigger pit. നിങ്ങൾക്ക് ഒരു വലിയ കുഴി ആവശ്യമാണ്. That's all. അത്രയേ ഉള്ളൂ. Are you going to take a suitcase to heaven? നിങ്ങൾ സൂട്ട്കേസ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണോ? If you turn to Isaiah 60, നിങ്ങൾ യെശയ്യാവ് 60ലേക്ക് തിരിയുകയാണെങ്കിൽ this is what God says. ഇതാണ് ദൈവം പറയുന്നത്. 60, 1 and 2. യെശയ്യാവ് 60ന്റെ 1ഉം 2ഉം. Arise, എഴുന്നേറ്റ് your പ്രകാശിക്കുക, light is come. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. The glory of the Lord has risen upon you. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. Today, ഇന്ന്
In the heart of man, മനുഷ്യരുടെ ഹൃദയത്തിൽ there is the darkness of നുണ lying, പറയുന്നതിന്റെ ഇരുട്ടുണ്ട്, stealing, മോഷണം, uncleanness of every sort, എല്ലാത്തരം അശുദ്ധിയും, covet. Take that man's house. ആ മനുഷ്യന്റെ വീട് എടുക്കുന്നു. My dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, God says darkness has covered the earth ദൈവം പറയുന്നു അന്ധകാരം ഭൂമിയെയും and gross darkness, കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. but the glory of the Lord has risen എന്നാൽ അവന്റെ upon you. തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. So what are we going to അപ്പോൾ നമ്മൾ choose? എന്താണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? Are we going to choose നാം darkness, ഇരുട്ടിനെ തിരഞ്ഞെടുക്കുമോ, or are we going to choose the love of God, അതോ നാം ദൈവസ്നേഹം തിരഞ്ഞെടുക്കാൻ പോവുകയാണോ? the peace which God gives, ദൈവം തരുന്ന സമാധാനം, the forgiveness which God gives? ദൈവം നൽകുന്ന പാപമോചനം. Oh, if we can fill Kashmir with love. ഓ, നിങ്ങൾക്ക് കാശ്മീർ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ I കഴിയുമെങ്കിൽ, always tell people ഞാൻ എപ്പോഴും ആളുകളോട് പറയും, the guns of love are more powerful than any gun. സ്നേഹത്തിന്റെ തോക്കുകൾ ഏതൊരു തോക്കിനേക്കാളും ശക്തമാണ്. I have spent all my life loving people എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജനങ്ങളെ സ്നേഹിച്ചാണ് ജീവിച്ചത്. and seeing people set free. ആളുകളെ സ്വതന്ത്രരാക്കുന്നതും കണ്ടു. You can fill your heart with love. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് You നിറയ്ക്കാൻ can fill കഴിയും. your family with love. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹം കൊണ്ട് You നിറയ്ക്കാൻ can കഴിയും. fill India and Kashmir with love. നിങ്ങൾക്ക് കാശ്മീരും ഇന്ത്യയും സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ കഴിയും. But if you say, I want darkness, എന്നാൽ എനിക്ക് ഇരുട്ട് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ what are you going to നിങ്ങൾ do? എന്താണ് ചെയ്യാൻ പോകുന്നത്? You're going to destroy your നിങ്ങൾ soul. നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ പോവുകയാണ്. And you're going to destroy the souls of others. നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മാക്കളെ That നശിപ്പിക്കാൻ is why പോകുന്നു. Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, this is the condemnation. ന്യായവിധി എന്നതോ, Light has come into this world, വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും but men love darkness more than മനുഷ്യർ light. വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. Let us ask the Lord to forgive us നമുക്ക് ദൈവം നമ്മെ ക്ഷമിക്കാൻ വേണ്ടി അവനോട് ചോദിക്കാം. for making such an abject അത്തരമൊരു choice നിന്ദ്യമായ തീരുമാനം എടുത്തതിന് and repent. പശ്ചാത്തപിക്കുകയും ചെയ്യുക. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God, നമുക്ക് ദൈവത്തോട് പറയാം, Lord, കർത്താവേ, take away the darkness from my heart. എന്റെ ഹൃദയത്തിൽ നിന്ന് ഇരുട്ട് നീക്കിക്കളയണമേ. The darkness of astrology, the darkness of magic, ജ്യോതിഷത്തിന്റെ ഇരുട്ട്, മാന്ത്രികതയുടെ ഇരുട്ട്, the darkness of hatred. വെറുപ്പിന്റെ ഇരുട്ട്. Lord Jesus, കർത്താവായ യേശുവേ, give me your love. അങ്ങയുടെ സ്നേഹം എനിക്ക് I തരണമേ. want to love my neighbor. എനിക്ക് എന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. Give me your എനിക്ക് love. നിന്റെ സ്നേഹം നൽകണമേ. Then I can lift my അപ്പോൾ country. എന്റെ രാജ്യത്തെ എനിക്ക് ഉയർത്താൻ കഴിയും. Then there will be peace in my അപ്പോൾ എന്റെ heart. ഹൃദയത്തിൽ സമാധാനം Give ഉണ്ടായിരിക്കും. me your light and your love. നിന്റെ വെളിച്ചവും നിന്റെ സ്നേഹവും നൽകണമേ. Wash me in that blood which you shed എനിക്കായി for me. ചൊരിഞ്ഞ നിന്റെ രക്തത്തിൽ എന്നെ കഴുകണമേ. Make me your son. എന്നെ നിന്റെ Make മകനാക്കണമേ. me your daughter. എന്നെ നിന്റെ മകളാക്കണമേ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' holy name. യേശുവിന്റെ വിശുദ്ധ നാമത്തിൽ Amen.